إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ ഉപമിച്ച ഒട്ടേറെ ഉപമകൾ കാണാൻ കഴിയും. വിശുദ്ധ ഹദീസുകളിലും തത്തുല്യമായവ നമുക്ക് കാണാൻ കഴിയും. ആ ഉപമകളിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ ഐഹിക ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എങ്ങനെയാവണം എന്നതിനെക്കുറിച്ചാണ്. സൂറത്തു ഇബ്രാഹീമിലെ 24-25 വചനങ്ങൾ അതിലൊന്നാണ്. അലം തറ കൈഫ ളറബല്ലാഹു മസല കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയളിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ധാരാളം കായ്ക്കനികൾ നൽകുന്ന, അതോടൊപ്പം തണലും മറ്റു പ്രയോജനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വൻ മരം. ആ മരത്തോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ വിശ്വാസത്തിൽ നിലകൊള്ളുന്ന, എത്ര പരീക്ഷണങ്ങളെ നേരിട്ടാലും പതറാത്ത, തളരാത്ത, ദുർബലനാകാത്ത ഒരു വിശ്വാസിയെ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഒരു വിശ്വാസി നേടുന്ന വിശ്വാസത്തിൻ്റെ കരുത്തും ആ വിശ്വാസത്തിൻ്റെ പ്രചോദനം അവനിൽ നിന്ന് മറ്റുള്ളവർ, അവനെ കാണുന്ന, അവനെ അനുഭവിക്കുന്നവർ നന്മകൾ മാത്രം അവനിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരവസ്ഥ. ഇതാണ് ഈ ഭൂമുഖത്തെ സത്യവിശ്വാസി എന്നാണ് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ ആയത്തിൽ പറഞ്ഞ വൃക്ഷം, ഇതിൻ്റെ തഫ്സീറിലും അതുപോലെ ഇതിനെ വിശദീകരിക്കുന്ന ഹദീസുകളിലും അത് ഈത്തപ്പന മരമാണ് എന്ന് കാണാൻ കഴിയും. ഒരു ഹദീസിൽ കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനി മസലുൽ നഖ്ല മാ അഖത്ത മിൻഹാ മിൻ ഷൈഇൻ നഫഅക്. ഒരു വിശ്വാസിയുടെ ഉപമ ഈത്തപ്പന പോലെയാണ്. മാ അഖത്ത മിൻഹാ മിൻ ഷൈഇൻ, അതിൽ നിന്ന് നീ എന്തെടുത്താലും നഫഅക്, നിനക്കതിൻ്റെ നേട്ടം ലഭിക്കും എന്ന് പറഞ്ഞാൽ ആ വൃക്ഷം മുഴുവൻ മനുഷ്യന് ഉപകാരപ്പെട്ടത് മാത്രമാണ് അതിലുള്ളത്. ഈ ഹദീസിൻ്റെ ശറഹിൽ കാണും, വവസ്സഫഹാ ബിൽ ബറക, ഈ വൃക്ഷം മുഖേന ആളുകൾക്ക് ബറക്കത്ത് ലഭിക്കും. അങ്ങനെയാണ് അതിനെ റസൂലുള്ളാഹി വിശേഷിപ്പിച്ചത്.
വഅന്നഹാ ലാ യുഖദു മിൻഹാ ഇല്ലാ നഫഅ. അതാണ് ബറക്കത്ത്. അതിൽ നിന്ന് എന്ത് നീ സ്വീകരിച്ചാലും നിനക്ക് ഉപകാരം മാത്രമേ ഉണ്ടാകൂ എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ വൃക്ഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉപമിച്ചതിനെ വിശദീകരിച്ച് പറഞ്ഞു തന്നത്, വഇദാ കാനത്തിൻ നഖലത്തു ഷജറത്തൻ ത്വയ്യിബ, ഈത്തപ്പന എന്ന മരം അതൊരു നല്ല ഫലപ്പെടുന്ന വൃക്ഷമാണെങ്കിൽ ഫൽ മുഅ്മിനുൽ മുശബ്ബഹു ബിഹാ ഔലാ അൻ യകൂന കദാലിക്, അതിനോട് ഉപമിക്കപ്പെട്ട, അതിനോട് സാദൃശ്യമാണ് വിശ്വാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസിയും അതുപോലെ ഉപകാരപ്പെട്ടവനായി മാറണം എന്നാണ്. അലി റളിയല്ലാഹുവിന് പറഞ്ഞത് കാണും, കുൻ കൻ നഹ്ല, നീ തേനീച്ചയെപ്പോലെയാകണം. ഇതാ അക്കലത്ത് തൊയ്യിബ, തേനീച്ച ഏറ്റവും വിശുദ്ധമായത് മാത്രമാണ് ഭക്ഷിക്കുക. വഇദാ വളഅത്ത് തൊയ്യിബ, തേനീച്ച വിസർജിക്കുന്നത് പോലും വിശുദ്ധമായതാണ്, തേനാണ് അതിൻ്റെ വിസർജ്യം. വഇദാ വഖഅത്ത് അലാ ഉഊദിൻ ലം തക്സിറുഹു, തേനീച്ച ഏതെങ്കിലും മരക്കൊമ്പിലോ ഏതെങ്കിലും ചെടികളിലോ ചെന്നിരുന്നാൽ ആ തേനീച്ച ഒരിക്കലും ആ കൊമ്പിനെയോ ആ ചെടിയിലുള്ള പൂവിനെയോ അതൊരിക്കലും മുറിച്ചു കളയുകയില്ല. എന്ന് പറഞ്ഞാൽ ഒന്ന് വിശുദ്ധമായ സമ്പാദ്യത്തിൻ്റെ ഉടമയായിരിക്കും ഒരു സത്യവിശ്വാസി. മറ്റുള്ളവരോട് അങ്ങേയറ്റം ദയയുള്ളവരായിരിക്കും ഒരു വിശ്വാസി എന്നാണ് ഈ ഉപമയിലൂടെ അലി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് എല്ലാ സൽഗുണങ്ങളും പരമാവധി ഉള്ളവരായി സത്യവിശ്വാസി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായി തന്നെ നിയോഗിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ പഠിപ്പിച്ചു തന്നത് ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടത് തന്നെ സൽഗുണങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നാണ്. അതിനായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മുടെ ആയുസ്സിൽ ഒരു റമളാൻ കൂടി വന്ന് നമ്മോട് വിട പറഞ്ഞു. റമളാൻ വിട പറയുമ്പോൾ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ പല തട്ടുകളിലാണ് നമ്മൾ കാണാറുള്ളത്. അതിലൊന്നാമത്തെ വിഭാഗം റമളാനിലൂടെ നേടിയ ചൈതന്യം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവർക്ക് റമളാൻ ഒരു സൗഭാഗ്യമാണ്. റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ അവരിൽ സംഭവിക്കുന്ന ചെറുവീഴ്ചകളൊക്കെയുണ്ടാകും. പക്ഷെ അതൊക്കെ അള്ളാഹു അത് മുഖേന പുറത്തു കൊടുത്ത് അവരെ ശുദ്ധരാക്കിക്കൊണ്ടിരിക്കും. അവർ ഇനിയും നോമ്പനുഷ്ഠിക്കാനുള്ള ആഗ്രഹത്തിലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സോമ റമളാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ. റമളാനിലെ നോമ്പനുഷ്ഠിച്ചു, അതിനെ തുടർന്ന് ശവ്വാലിൽ നിന്ന് 6 കൂടി നോറ്റു, അവൻ കാലം മുഴുവൻ നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ്. ദഹർ എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ എന്നാണ്, ഒരു വർഷം എന്ന അർത്ഥത്തിലല്ല. തൻ്റെ ജീവിതത്തിൽ ആയുസ് ലഭിച്ച അത്രയും നോമ്പനുഷ്ഠിച്ച അതേ ദറജയാണ് റമളാനിന് ശേഷം ശവ്വാലിൽ നിന്നൊരു 6 കൂടി നോൽക്കുക. അത് ഒന്നിച്ച് തന്നെ നോൽക്കണമെന്നില്ല. ഒരു ദിവസം ഒന്ന് നോറ്റു, 2 ദിവസം കഴിഞ്ഞ് മറ്റൊന്ന്, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ 6 നോറ്റു, അല്ലെങ്കിൽ നടുവിൽ വെച്ച് 6 നോറ്റു. ശവ്വാൽ തീരുന്നതിന് മുമ്പായി ആ 6 എടുത്തു തീർക്കുക. ആരോഗ്യവും ആഫിയത്തുമുള്ളവർ അതിന് ശ്രദ്ധിക്കുക. അങ്ങനെ റമളാനിൻ്റെ ചൈതന്യം ശരിക്കും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അതിൻ്റെ ചൈതന്യം പാടെ നഷ്ടപ്പെടുത്തുന്നവരാണ്. മുൻഗാമികളിൽ ഒരാളോട് ഒരു ചോദ്യം, ഖൗമുൻ യതഅബ്ബദൂന വയജ്തഹിദൂന ഫീ റമളാൻ, ഒരു കൂട്ടം ആളുകൾ റമളാനാണ്ട് ആയാൽ ഭയങ്കര സജീവമാണ്, അവർ വലിയ ഉത്സാഹത്തിലാണ്. പക്ഷേ ഫഇദാ ഖറജ റമളാൻ തറക്കു, റമളാൻ പോയി കഴിഞ്ഞാൽ ആ ഉത്സാഹവും ആ ഇബാദത്തുകളും ആ സൽക്കർമ്മങ്ങളിൽ നിന്ന് അവരും പോയി, അവരത് നിർത്തി.
എന്താണ് ഇത്തരക്കാരെ കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ പറഞ്ഞു കൊടുത്തത് ബിഅ്സൽ ഖൗമു ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫി റമളാൻ. അള്ളാഹുവിനെ റമളാനിൽ മാത്രം മനസ്സിലാക്കുന്ന ഒരു ജനവിഭാഗം, എത്ര മോശമാണവർ എന്നാണ്. അള്ളാഹുവിലേക്ക് റമളാനിൽ മാത്രമേ അവർ തിരിയൂ, അവരൊരു മോശപ്പെട്ട ജനവിഭാഗമാണ് എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞത്. അതാണ് അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നവർ. മൂന്നാമത്തെ വിഭാഗം എന്നത് ഒരു ഉത്ബോധനവും ശ്രദ്ധിക്കാതെ എന്നോടോ എന്ന മട്ടിൽ ജീവിക്കുന്ന ആളുകൾ. ഇതാ തീലലഹുത്തക്കില്ല, അള്ളാനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ അവൻ്റെ അഹങ്കാരമാണ് പുറത്തു വരിക. എനിക്കാണോ അത് ബാധകം? അവരെക്കുറിച്ച് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ഫഹും ലാ യുഅ്മിനൂൻ. അവരെ നീ ഉത്ബോധിപ്പിച്ചിട്ടും കാര്യമില്ല, ഉത്ബോധിപ്പിക്കാതിരുന്നിട്ടും കാര്യമില്ല, അവർ വിശ്വാസികളാകൂല എന്നാണ്. അത്തരക്കാരിൽ പെടാതിരിക്കാനും അവരുടെ ഷെറും ദുസ്വഭാവങ്ങളും നമ്മിലേക്ക് വരാതിരിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. വിശുദ്ധ റമളാനിലൂടെ റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അതിയായ താല്പര്യം മനസ്സിലുണ്ടാവുകയും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ഒരു കർമ്മം ചെയ്തപ്പോഴുള്ള ശ്രദ്ധയേക്കാൾ ആ കർമ്മം റബ്ബ് സ്വീകരിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുൻഗാമികൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടുതൽ നന്മകൾ റമളാൻ നമ്മിൽ ഫലപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ് ഇനി നമ്മൾ നന്മയിൽ ജീവിക്കുന്നു എന്നത്. ആ നിലക്ക് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വർഹം മൗതാനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർതഹു വലാ ദൈനൻ ഇല്ലാ ഖളൈതഹു വലാ മരീളൻ ഇല്ലാ ശഫൈതഹു വലാ മയ്യിതൻ ഇല്ലാ റഹിംതഹു വലാ ബലാഅൻ ഇല്ലാ റഫഅതഹു യാ അർഹമർ റഹീമീൻ. റബ്ബന ഗ്ഫിർ ലനാ വലിവാലിദീനാ വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറഹ. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.